എനിക്ക് പറയാനുള്ളത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജനങ്ങളെക്കുറിച്ച് പലരും ഒരു കാര്യം പറയുന്നുണ്ട്. അവർ പറയുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ മാറ്റം വരില്ല എന്നാണ്. എന്നാൽ ഞാൻ ഒരു മിനിറ്റ് ഓർത്തു, ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം എന്താണ്? നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷൻ, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത്? 45 വർഷം കൊടികൊത്തി വാഴുന്ന CPM പാർട്ടിയെ ജനങ്ങൾ നിഷ്പ്രയാസം തൂത്ത് കളഞ്ഞ് കടക്കു പുറത്തെന്ന് പറഞ്ഞ് മാറ്റി. അവർ ഭരണമാറ്റം ഇച്ഛിച്ചു. അവർ തിരുവനന്തപുരം നിവാസികൾ ഭരണമാറ്റം കൊണ്ടുവന്നു. 45 വർഷങ്ങൾക്ക് ശേഷം BJP പാർട്ടി ജയിച്ചു. അല്ലെങ്കിൽ ഞാനടങ്ങുന്ന തിരുവനന്തപുരം നിവാസികൾ ജയിപ്പിച്ചു. അതായത് നമ്മൾ ഒരു വ്യക്തമായ സന്ദേശം നൽകി. മതി പഴകി അഴിഞ്ഞ രാഷ്ട്രീയം, മതി പതിരായ മോഹന വാഗ്ദാനങ്ങൾ. നമുക്ക് വേണ്ടത് വ്യക്തമായ വികസനമാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? കോർപ്പറേഷൻ ഒരു പാർട്ടിക്ക്, നിയമസഭയോ 2 മുന്നണികളാണ് നമ്മുടെ മുന്നിലുള്ളത്, ഇടതും വലതും, UDF LDF. പക്ഷേ ഇപ്പോൾ മറ്റൊരു മുന്നണി ഉണ്ട് നമുക്ക് പകരം പോകാനായിട്ട്, NDA. ഈ കോർപ്പറേഷനും നിയമസഭയും തലസ്ഥാനത്ത്, അതാണ് ഞാൻ തലസ്ഥാന നഗരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. തലസ്ഥാന നഗരത്ത് വ്യത്യസ്ത പാർട്ടികളിലാവുമ്പോൾ, അല്ലെങ്കിൽ വ്യത്യസ്ത മുന്നണികൾ ഭരിക്കുമ്പോൾ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കാതലായിട്ടുള്ള പ്രശ്നം, ഫയലുകൾ കുന്നുകൂടാം, പ്രോജക്റ്റുകൾ വൈകും, ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനില്ല. ഇതാരുടെ നഷ്ടമാണ്? രാഷ്ട്രീയക്കാരുടെ നഷ്ടമൊന്നുമല്ല, അവർ പൊടിയും തട്ടിപ്പോവും. ഇത് നമ്മളുടെ ജനങ്ങളുടെ നഷ്ടമാണ്. ശരിക്കും തിരുവനന്തപുരത്തിന് എന്താണ് ആവശ്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും നേര് പറഞ്ഞാൽ ഒരു പ്ലാനോട് കൂടി ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമല്ല, ഒരു ടീം വർക്ക്, ടീം സ്പിരിറ്റ്, അതാണ് തിരുവനന്തപുരത്തിൻ്റെ കാതലായ ആവശ്യം. എന്നാലേ തിരുവനന്തപുരം മാറുള്ളൂ. ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തലസ്ഥാനമാണ്, വേറൊരു നഗരമല്ല. എന്നാൽ ഒരു മെട്രോ പോലുള്ള നഗരമായി മാറിയോ നമ്മൾ? കൊച്ചിക്ക് ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ കൊച്ചിയല്ലല്ലോ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? ട്രാഫിക് പ്രശ്നങ്ങൾ, റോഡ് പൊളിഞ്ഞ റോഡുകൾ, ചിലയിടത്ത് റോഡേ ഇല്ല, വെള്ളക്കെട്ട്, മഴ പെയ്യുമ്പോൾ ഇവിടെ തമ്പാനൂരൊക്കെ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ കുടിവെള്ളക്ഷാമം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുടിവെള്ളം ഭയങ്കരമായിട്ട് കുടിവെള്ളക്ഷാമം. അവിടെ പൈപ്പ് പൊട്ടുന്നു, ഇവിടെ പൈപ്പ് പൊട്ടുന്നു, അരുവിക്കര അറ്റകുറ്റപ്പണി, ചൂട് തുടങ്ങുമ്പോൾ ഇത് KSEBയുടെ ലൈനിലെ പണി, ഇതെല്ലാം അവർ കൊണ്ടിടുന്നത് ഈ സമയത്താണ്. കുട്ടികൾക്ക് പരീക്ഷയും വെക്കേഷനും തുടങ്ങുന്ന കാലയളവിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്ലാനിങ് ഇല്ലായ്മ, ശരിയായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ല. ഈ ദുരവസ്ഥ ഇത് 2006 തലസ്ഥാനത്തിന് യോജിച്ചതാണോ? നമ്മൾ കോർപ്പറേഷൻ BJPക്ക് നൽകി. അവർ വന്നിട്ടിപ്പം 1-2 മാസങ്ങളല്ലേ ആവുന്നുള്ളൂ. അവരത് പഠിച്ച് അവരാൽ ചെയ്യാൻ ഒക്കുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം നമുക്ക് അവിടെ ചെന്നാൽ, ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസ് ചെന്നാൽ അവിടുത്തെ സമീപനം എന്തുമാത്രം മാറിയിരിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇനിയിപ്പം നിയമസഭ ഇലക്ഷൻ ഒരാഴ്ചയ്ക്കപ്പുറം നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വാതിൽപ്പടി കഴിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് 2 ചോയ്സാണുള്ളത്. വേണമോ ആ പഴയ കൺഫ്യൂഷൻ, അതോ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങും ദിശയും പരിധിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെയാണോ വേണ്ടത്? ഇത് പാർട്ടി വിഷയമല്ല, ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് റിസൾട്ട് വിഷയമാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ആവശ്യം റിസൾട്ടാണ്. ഒരുപാട് ഭരണാധികാരികളും പാർട്ടികളും നമ്മളെ ഭരിച്ചതിൻ്റെ ഫലമായിട്ട് പല മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പല ഭാഗങ്ങളും വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിനകത്ത് ഒരു തീ പിടിച്ചതിൻ്റെ കഥ നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ. 5 പേര് മരിക്കുകയും ചെയ്തു. ഇതൊക്കെ അനാസ്ഥ കൊണ്ടാണ്. കാരണം പ്ലാനിങ് ഇല്ല. പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള ആ സമയങ്ങളിൽ എല്ലാ ഇതും നോക്കും. അതുകൊണ്ട് ഇനി ഒരാഴ്ച സമയം നിങ്ങൾ സ്വൈരമായിട്ടിരുന്ന് ആലോചിക്കുമ്പോൾ പഴയ കാലം ഒത്തിരി ആലോചിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം നമ്മളെ കേരളത്തിന് ഉണ്ടായ യാതനകൾ, വീട്ടമ്മമാരുടെ വിളികൾ, മക്കളുടെ തലയടിച്ചു പൊട്ടിക്കുന്നു, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു, പോലീസുകാരുടെ ലാത്തി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു. എന്തൊക്കെ അതിക്രമങ്ങളാണ് ഇവിടെ കാട്ടിയത്. രാജവാഴ്ച ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും ഭയാനകമല്ലായിരുന്നു. ഇപ്പോൾ ജനാധിപത്യമായപ്പോൾ ഇത്ര ഭയാനകമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാജഭരണം പോലെയായിരുന്നു. അതുപോലെ അത് തിരുവനന്തപുരം നഗരിക്ക്. പിന്നെ ഇപ്പോൾ ഗൂണ്ട വിളയാട്ടം, ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. കാരണം ഇത് എന്നെയും നിങ്ങളെയും കണക്കുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. വിലക്കയറ്റം, ഒരു കയ്യും കണക്കും ഇല്ലാത്ത രീതിയിൽ കേന്ദ്രം ഡ്യൂട്ടി കുറയ്ക്കുമ്പോൾ ഇവിടെ ഡ്യൂട്ടി കൊണ്ട് 20% 30% കൂട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടാതെയാണ് പോകുന്നത്. നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെയും കേന്ദ്രത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം എന്നാൽ കുറച്ചുമാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടു ഒരു ക്യൂ. ഞാൻ കളിക്കവിളയിൽ പോയപ്പോൾ ആ തമിഴ്നാട് ബോർഡറിൻ്റെ അവിടെ ചെന്നിട്ട് വണ്ടികളെല്ലാം അപ്പുറത്തെ സൈഡിൽ പോയി തമിഴ്നാട്ടിൽ പോയി ക്യൂ നിന്ന് പെട്രോൾ അടിച്ച് വരുന്ന ഇത് യുദ്ധസമയത്തിന് മുമ്പാണ്. യുദ്ധസമയമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കരുത്. ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരാ അത്രയ്ക്ക് ലാഭമാണോ അവിടെ ചെന്ന് നോക്കിയപ്പം അവിടെ പെട്രോളിൻ്റെ റേറ്റ് വരെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റാണ് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ. അവിടെ ഉള്ളതെല്ലാം കേരള വണ്ടികളുമാണ്. അതൊന്ന്. രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടത് ആശാ വർക്കർമാർ നിങ്ങൾ എത്ര നാളാണ് അവിടെ സമരം ചെയ്ത്? നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്തോ? പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം വന്ന് പറഞ്ഞു, ഇതെല്ലാം ചെയ്തു. പക്ഷേ എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടായോ? അവസാന നിമിഷം വരെ നിങ്ങൾ എത്ര ദിവസം അവിടെ സമരം ചെയ്തു? ഓരോ തവണയും നിങ്ങൾ ഇത്രാം ദിവസം 200 ചില്ലുവാനും ദിവസം, എത്രയോ ദിവസം നിങ്ങൾ അവിടെ ആശാ വർക്കർമാരുടെ സമരമായിരുന്നു. അവസാനം അതൊരു പ്രഹസനമായിട്ട് മാറി ചിലർക്ക്. അതുപോലെ തന്നെ മറിയക്കുട്ടിയമ്മയെ കണക്കുള്ള വല്യമ്മമാർ 1500 രൂപ പെൻഷനിൽ കഴിയുന്ന വല്യമ്മമാർ, അവരും സമരമായിരുന്നു. ഒരു ഇടുക്കിയിലൊരു വല്യമ്മ സ്റ്റൂളിട്ട് സമരം ചെയ്ത് ആ വല്യമ്മ മരിച്ചും പോയി. അതൊന്ന് ആലോചിക്കൂ.
ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് മറക്കാൻ നോക്കൂ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരു നീണ്ട പരമ്പര തന്നെ ഉണ്ട് ദുർഭരണത്തിൻ്റെ. നിങ്ങൾ തന്നെ, നിങ്ങളുടെ കയ്യിൽ ഗൂഗിളുണ്ടല്ലോ, നിങ്ങളതന്നെ നോക്കുമെന്ന് ഗൂഗിളെടുത്ത്. എല്ലാം അവിടെ തന്നെ ഉണ്ട്, എവിടെയും മാഞ്ഞു പോയിട്ടില്ല. പിന്നെ അതിന് മുമ്പത്തെ കാലഘട്ടവും കൂടെ ആലോചിക്കണം. അദ്ദേഹം ഇന്ന് നമ്മുടെ നടുവിലില്ല, എന്നാലും പറയാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഭരണസമയം. ആ സമയത്ത് അവസാനം ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ ഇടതു മുന്നണി കൊണ്ടുപോയി ആ സോളാർ കുംഭകോണത്തെ കൊണ്ടുപോയി ചാടിച്ച് ആ ഒരു അതിജീവിത അവർ വന്ന് അവസാനം ഉമ്മൻചാണ്ടിയുടെ ജീവിതം തന്നെ വലിയ പ്രശ്നമാക്കി. പക്ഷേ ഞാൻ പറയുന്ന ആ മന്ത്രിസഭയെക്കുറിച്ചാണ്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന്, എലി പെറ്റ് കിടക്കുകയാണ്, എലിയും പൂച്ച എല്ലാം പെറ്റ് കിടക്കുകയാണെന്ന്. അന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ UDFനെ ഒന്ന് മാറ്റി കിട്ടിയാൽ മതിയെന്നായിരുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞില്ലല്ലോ വരാൻ പോണ വിപത്ത്. ആദ്യത്തെ 5 വർഷം അവർ മര്യാദയ്ക്ക് ഭരിച്ചു, നല്ല മന്ത്രിമാരായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ കഴുതകളാക്കി. പക്ഷേ ഇനി അത് പാടില്ല. ഒരു തവണ ആർക്കും ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റാം. രണ്ടാമത്തെ തവണ ഞങ്ങൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന അബദ്ധമാണ്. അതുകൊണ്ട് ശാന്തമായി ചിന്തിക്കുക, വോട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.